and GLARMINA Academic Counselor IGNOU RC Cochin. ഇന്നത്തെ നമ്മുടെ ക്ലാസ് BPCC 101 Social Psychology. അതിലെ ബ്ലോക്ക് 4 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ബ്ലോക്ക് 4-ൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 8 സോഷ്യൽ ഇൻഫ്ലുവൻസ്, യൂണിറ്റ് 9 അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, യൂണിറ്റ് എന്താണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ attraction between people which leads to friendship and romantic relationships. So ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് തോന്നുന്ന അട്രാക്ഷൻ, അത് ആ വ്യക്തികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനോ അവസ്ഥയുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആസ് എ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു പീപ്പിൾ that tends to draw them together. അവര് ഒരുമിച്ചാവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. And they resist their separation. Even though it is a friendship or a romantic relationship, we try to draw them together and resist their separation. In forming a social network, in turn provides security. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇറ്റ് സാറ്റിസ്ഫൈസ് പീപ്പിൾസ് നീഡ് ടു ബിലോങ് ടു എ സോഷ്യൽ ഗ്രൂപ്പ്. ഇനി അടുത്തത് ഇന്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അട്രാക്ഷൻ. 2 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അട്രാക്ഷൻ, 2 എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അട്രാക്ഷൻ. അപ്പം ആദ്യം നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നത് നീഡ് ടു അഫിലിയേറ്റ്, രണ്ടാമത് വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് അഫക്റ്റ് ഓൺ അട്രാക്ഷൻ. ഇങ്ങനെ 2 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഇന്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അട്രാക്ഷനിൽ ഫസ്റ്റ് വരുന്നത് നീഡ് ടു അഫിലിയേറ്റ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു നീഡിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എന്നാണ് ഒരു തിയറിയിൽ പറയുന്നത്. So the tendency to affiliate and associate with others has a biological basis. In terms of social psychology, it is as basic to a human survival as hunger and thirst. നമുക്കൊരു വിശപ്പ് വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു തേഴ്സ്റ്റ് വരുന്നത് പോലെ അത്തരത്തിലൊരു ഡ്രൈവ് വരുമ്പോൾ നമ്മൾ ആ ഹങ്കർ മാറ്റാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ദാഹം മാറ്റാൻ നമ്മൾ വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു ഡ്രൈവാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു നീഡിന്റെ ബേസിസിലാണ് നമ്മൾക്ക് ഒരു വ്യക്തിയോട് ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ തോന്നുക എന്നതാണ് പറയുന്നത്. There exist individual differences in need to affiliate. നമ്മൾക്ക് തന്നെ അറിയാം, ചില ആളുകൾക്ക് മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാതെ പറ്റില്ല, അവർക്ക് നീഡ് കൂടുതലാണ്. അതുപോലെ മറ്റുള്ളവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാതെ അവർക്ക് സാധിക്കില്ല, കുറച്ചുകൂടി ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അവരെ. സോ പക്ഷെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവർക്ക് അഫിലിയേഷൻ അത്ര ഒരു നീഡായിട്ട് റിസൾട്ട് ഫ്രം ജെനറ്റിക്സ് ഓഫ് എ പേഴ്സൺ. ആ വ്യക്തിയുടെ ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആയിരിക്കും അതിനൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഓർ ഇറ്റ് മേ സ്റ്റെം ഫ്രം ഹിസ് ഓർ ഹെർ ലൈഫ് എക്സ്പീരിയൻസ്. ആ വ്യക്തി ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒറ്റയ്ക്ക് തന്നെ ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇല്ല, ഇപ്പം എല്ലാവരും ആയിട്ട് ഒരുപാട് സഹകരിച്ചും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കൂട്ടം ചേർന്ന് ആ രീതിയിലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയ വ്യക്തിയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു അഫിലിയേഷൻ നീഡ് കൂടുതലായിട്ട് നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. So this difference might result from genetics of a person, or it may stem from his or her life experiences. This tendency forms a relatively stable trait which remains more or less unchanged for the whole lifespan of an individual. അപ്പം ഇത്തരത്തിലുള്ള ടെൻഡൻസി ഏകദേശം ഒരു വ്യക്തിയുടെ ഒരു സ്റ്റേബിൾ ട്രേറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിക്ക് ആ ഒരു നീഡ് ടു അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് പറയുക. അപ്പൊ ഇപ്പോഴും എല്ലാവരും ചേർന്ന് നിൽക്കണം, എല്ലാവരും നമ്മളുടെ കൂടെ വേണം, ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും.
അതിൽ സിറ്റുവേഷണൽ ഇൻഫ്ലുവൻസസ് ഈ നീഡ് ടു അഫിലിയേറ്റിന് പല കാരണങ്ങൾ പറയാറുണ്ട്. സോ അറ്റ് സച്ച് ടൈംസ് people tend to help, cooperate, and comfort one another. People facing such troubles tend to interact with those who are facing similar problems. അപ്പം നമ്മളുടെ പോലെ തന്നെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുമായിട്ട് ചേർന്ന് നിൽക്കാനും ആളുകൾക്ക് കുറച്ചുകൂടി താല്പര്യമായിരിക്കും, rather than interacting with those not facing such problems. One possible reason for such affiliation with similar people may be that during troubled time people seek social comparison. എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു ട്രബിളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ കൂടുതൽ ഒരു സോഷ്യൽ കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒരു അഫിലിയേഷൻ കൂടുതൽ നീഡായിട്ട് നമുക്ക് തോന്നാറ്. സച്ച് കമ്പാരിസൺ അപ്പൊ അതുപോലെ തന്നെ ആ സമയത്താണ് നമ്മളുടെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഇഷ്യൂ ഫേസ് ചെയ്തത് എന്നുള്ളൊരു ധാരണയും നമ്മൾക്ക് വരുന്നു. അപ്പം അതനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് കുറച്ചും കൂടി സോൾവ് ചെയ്യാനും നമ്മളുടെയും മറ്റുള്ളവരെയും പെർസെപ്ഷൻസ് തമ്മിലുള്ള കമ്പാരിസണും എല്ലാം പോസിബിൾ ആയിരിക്കും. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പാരിസൺ വരുമ്പോൾ അത് നമുക്കൊരു കോഗ്നിറ്റീവ് ക്ലാരിറ്റി ഉണ്ടാക്കുന്നു. നോ വാട്ട് ഈസ് ഹാപ്പനിങ്, അതാണ് കോഗ്നിറ്റീവ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇമോഷണൽ ക്ലാരിറ്റി, എന്താണ് മറ്റുള്ളവർക്കും ആ സമയത്ത് തോന്നുന്ന വികാരം എന്നുള്ളത്. And with such comparison, they compare their perceptions with those of others, which further lead them to reduce uncertainty. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് അഫക്റ്റ് ഓൺ അട്രാക്ഷൻ ആണ്. അപ്പം ഇതിലെന്താ പറയുന്നത് വെച്ചാല് നമ്മളുടെ ഒരു ഇമോഷൻസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ഇമോഷൻസ് ഹാസ് വെരി പ്രോമിനന്റ് എഫക്ട് ഓൺ അവർ ഇവാലുവേഷൻ ഓഫ് അതർ പേഴ്സൺസ് ഓർ തിങ്സ് അറൗണ്ട് us. നമ്മൾക്ക് ചുറ്റുമുള്ള സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള വ്യക്തികളായിക്കോട്ടെ അവരെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇമോഷൻ എങ്ങനെയാണ്, നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, അതിന് ഒരുപാട് പങ്കുണ്ടെന്നാണ് പറയുന്നത്. സോ എ പോസിറ്റീവ് അഫക്റ്റ്, നമ്മളൊരു പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള വസ്തുക്കളെയും അതുപോലെ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളെയും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു നെഗറ്റീവ് അഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് മൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പലതിനെയും ഒരു നെഗറ്റീവ് വേയിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. അപ്പം അത് ആ ഒരു അട്രാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇമോഷൻസ് ക്യാൻ എഫക്റ്റ് അവർ ഇവാലുവേഷൻ ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡയറക്ട്ലി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഗുഡ് മൂഡിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് വളരെ നൈസായിട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു ബാഡ് മൂഡിലാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുക. സോ ജനറൽ തമ്പ് റൂൾ ഈസ് ദാറ്റ് വി ടെൻഡ് ടു ലൈക്ക് എ പേഴ്സൺ ഹു ഈസ് നൈസ് ടു us. അതുപോലെ തന്നെ നമ്മളോട് നന്നായി പെരുമാറുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളും നന്നായിട്ട് വരുന്ന ചാൻസസ് ആണ് കൂടുതൽ. ആൻഡ് മേക്സ് us ഫീൽ ഗുഡ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറുമ്പോൾ നമുക്കും ഒരു സന്തോഷം അവിടെ വരികയാണ്, റാദർ ദാൻ ദോസ് ഹു ഈസ് കോൺട്രറി. അപ്പോൾ നമ്മളോട് നന്നായി പെരുമാറുന്ന സമയത്ത് നമ്മൾക്ക് ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ഇവാലുവേഷനും സംഭവിക്കുകയാണ്. When we are in a positive mood, we evaluate a person or a thing present at that time in a positive way. And when we are in a negative mood, നമ്മളൊരു നെഗറ്റീവ് മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ നമ്മൾ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും ചാൻസസ് വരുവാണ്. അപ്പോൾ അതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി നമ്മളുടെ ഇമോഷൻസ് ഇവാലുവേഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. There are many other factors such as your belief system, നമ്മളുടെ ബിലീഫ്, നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന കൾച്ചർ, നമ്മളുടെ മനസ്സിലുള്ള ചില സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ്, ഇതെല്ലാം നമ്മുടെ ലൈക്സിനെയും ഡിസ്ലൈക്സിനെയും ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതാണ് ഇൻഫ്ലുവൻസ് ഓഫ് അഫക്റ്റ് ഓൺ അട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ 2 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ തന്നെ 2 ഒന്ന് നീഡ് ടു അഫിലിയേറ്റ്, 2 ഇൻഫ്ലുവൻസ് ഓഫ് അഫക്റ്റ് ഓൺ അട്രാക്ഷൻ. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അട്രാക്ഷൻ. അടുത്തത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, മറ്റേത് ഇന്റേണൽ ഫാക്ടേഴ്സ് നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളായിരുന്നു. അടുത്തത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് എഫക്ട്സ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ. എത്രത്തോളം ക്ലോസ്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ടറായിട്ട് പറയുന്നത്. അതിൽ പറയുന്ന ഒരു ടേമാണ് മിയർ എക്സ്പോഷർ എഫക്റ്റ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കാണുന്ന ഒരു വ്യക്തിയോടടുത്ത് നമ്മൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ദാൻ അൺഫെമിലിയർ ഓർ അൺനോൺ സ്റ്റിമുലൈ.
അതാണ് മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ മിയർ എക്സ്പോഷർ എഫക്ട് സജസ്റ്റ് ദാറ്റ് സംതിങ് സീൻ മൾട്ടിപ്പിൾ ടൈംസ് എലിസിറ്റ്സ് പോസിറ്റീവ് റെസ്പോൺസ്. A possible explanation for mere exposure effect may be that unfamiliar faces or unknown stimuli are considered as uncomfortable. എനിക്ക് പരിചയമില്ലാത്ത വ്യക്തിയാണ്, അപ്പൊ അത് കാരണം എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെന്നെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുകയോ എന്നുള്ളൊരു ഭയമാണ് നമ്മൾക്ക് വരുന്നത്. പോസിബിളി ഡേഞ്ചറസ് ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് ദെയർ ബിഹേവിയർ. നമുക്ക് അവരെ അറിയില്ല, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാം ഈ വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റം ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വ്യക്തി ഇന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പെരുമാറും എന്നുള്ളൊരു അവസ്ഥയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ അതന്നെയാണ് നമ്മൾ മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ആണ്. ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് കൊണ്ടും നമുക്ക് ഇന്റർപേഴ്സണൽ അട്രാക്ഷന്റെ പോസിബിലിറ്റി പറയുന്നുണ്ട്. മോസ്റ്റ് പീപ്പിൾ ഷോ എ സബ്സ്റ്റാൻഷ്യൽ പ്രിഫറൻസ് ഫോർ അട്രാക്റ്റീവ് പേഴ്സൺസ് ഓവർ അൺഅട്രാക്റ്റീവ് അതേഴ്സ്. ഇപ്പൊ പൊതുവെ ആളുകൾക്ക് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും കൂടുതൽ താല്പര്യം ദാൻ അൺഅട്രാക്റ്റീവ് others. Perhaps the advantage of good looks and the inferences people make when they see a physically attractive person are the reasons for getting attracted to another person. അപ്പോൾ പൊതുവെ ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പല ഫാക്ടേഴ്സും ഇവരുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ പറയുകയാണ്. സോ ഇതിനെ നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. So perhaps the advantage of good looks and inferences people make when they see a physically attractive person are the reasons for getting attracted to another person. So അപ്പോൾ എപ്പോഴും ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒരു പവർഫുൾ ഫാക്ടർ ആണ് ടു ഇനീഷ്യേറ്റ് റിലേഷൻഷിപ്പ്. ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒരു പവർഫുൾ ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. ഫിസിക്കലി അട്രാക്റ്റീവ് പേഴ്സൺസ് പോസസ്ഡ്, അതുപോലെ തന്നെ ഫിസിക്കലി അട്രാക്റ്റീവ് പേഴ്സൺസിന് കൂടുതൽ ഒരു സോഷ്യൽ ഡിസൈറബിൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാണാറുണ്ട് ആസ് കമ്പയർഡ് ടു ദോസ് ഹു ആർ അൺഅട്രാക്റ്റീവ്. ബയസ് ഫീലിംഗ് സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൂടി വരുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് സ്റ്റഡീസ്. ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം ക്യാരക്ടേഴ്സ് were significantly more likely to be portrayed. അപ്പൊ ബ്യൂട്ടിഫുൾ അതുപോലെ ഹാൻസം ക്യാരക്ടേഴ്സിനെ പൊതുവെ നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ച് വെർച്വസ് ആയിട്ടും റൊമാൻറ്റിക്കലി ആക്റ്റീവ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട്. Then physically attractive people are perceived to be more sociable, successful, happy, dominant, sexually warm, mentally healthy, intelligent and socially skilled than those who are unattractive എന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. അതുപോലെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിൽ നമ്മളുടെ ക്ലോതിങ്, നമ്മുടെ നോൺ വെർബൽ ബിഹേവിയേഴ്സ്, നമ്മുടെ സ്മൈല്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ അതിൽ വരുന്ന വേറൊരു ടേമാണ് അപ്പിയറൻസ് റിജക്ഷൻ സെൻസിറ്റിവിറ്റി. അപ്പം എത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അവരുടെ ഉള്ളിൽ ചില സമയത്ത് ഇത്തരത്തിലുള്ള ഭയങ്ങളുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മളെ അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്യൂ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളൊരു ബിഹേവിയറൽ തിങ്കിങ് അല്ല, അത്തരത്തിലുള്ളൊരു തോട്ടിനെയാണ് നമ്മൾ അപ്പിയറൻസ് റിജക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ അട്രാക്റ്റീവ്നെസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ആയിട്ട് നമ്മൾ നോക്കുമ്പോഴും ഫീൽഡ് ആൻഡ് ലബോറട്ടറി സ്റ്റഡീസിൽ പറയുന്നത് കണ്ടക്റ്റഡ് ഇൻ ബോത്ത് ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് കളക്ടിവിസ്റ്റിക് കൾച്ചർ, അതായത് ഒരു അമേരിക്കൻ കൾച്ചറിലാണെങ്കിലും ഒരു ഇന്ത്യൻ കൾച്ചറിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിന് ഒരു മോഡറേറ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ജോബ് റിലേറ്റഡ് ഔട്ട്കംസ്, ഇപ്പം ഒരു നമ്മൾ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്തും കുറച്ചൊരു ഫിസിക്കൽ അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹയറിങ്ങിന്റെ പോസിബിലിറ്റി കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ സാലറിയും കൂടുതലായിട്ട് കൊടുക്കുന്നു. ദെൻ പ്രൊമോഷണൽ സാധ്യതയും ഇവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടും സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലായിക്കോട്ടെ കളക്ടിവിസ്റ്റിക് കൾച്ചറിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള ടെൻഡൻസീസ് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. Third factor is similarity. So first factor is proximity, second factor physical attractiveness, and third factor similarity. Similarity il parayunnathu namukariya nammalku action similarity model. There is a lay belief that people with actual similarity produce initial attraction. Perceived similarity develops for someone to rate others as similar to themselves in ongoing relationship. So such perception is either self-serving ഓർ റിലേഷൻഷിപ്പ് സെർവിങ്. അപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ
അവിടെയും ഒരു സിമിലാരിറ്റി ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ടു ഇനീഷ്യേറ്റ് എ റിലേഷൻഷിപ്പ്. A study conducted by Theodore Newcomb on college dorm roommates suggested that individuals with shared background, ഏകദേശം ഒരേ സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ, സിമിലർ ആയിട്ടുള്ള അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഉള്ള ആളുകൾ, സിമിലർ ആറ്റിറ്റ്യൂഡ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, സിമിലർ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ സിമിലർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ വ്യൂസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ അത്തരത്തിലൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് തിയഡോർ ന്യൂകോംബ് in 1963. അപ്പോൾ ഈ സിമിലാരിറ്റി ഫിസിക്കൽ അപ്പിയറൻസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ഫോം ലോങ് സ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദോസ് ഹു ആർ ഈക്വലി മാച്ച്ഡ് ഇൻ സോഷ്യൽ ആട്രിബ്യൂട്ട്സ് ലൈക്ക് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, ഒരേ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, ഒരേ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ, അതുപോലെ ഒരേ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അങ്ങനെ ആവുമ്പോഴും നമ്മളുടെ ഈ ഒരു അട്രാക്ഷന്റെ പോസിബിലിറ്റി കൂടുതലായിട്ട് പറയുന്നുണ്ട്. Then personality, interpersonal attraction was positively correlated to personality similarity. ഏകദേശം ഒരേപോലെ എഗ്രി ചെയ്യുന്ന ആളുകൾ, ഒരേപോലെ മനസാക്ഷിയുള്ള ആളുകൾ, ഒരേപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആളുകൾ, ഒരേപോലെ എക്സ്ട്രോവേർട്ട് ആയിട്ട് വളരെ സോഷ്യബിൾ ആയിട്ട് കാണുന്ന ആളുകൾ, ദെൻ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ദെൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഒരേപോലെയുള്ളവർ. അപ്പം ഇങ്ങനെയുള്ളവർ കൂടുതലും അവരൊരു റൊമാൻറ്റിക് പാർട്ട്ണർ ആക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കൂടുതലായിട്ട് കാണുന്നു. ദെൻ സിമിലാരിറ്റി ഹാസ് എഫക്ട്സ് ഓൺ സ്റ്റാർട്ടിങ് എ റിലേഷൻഷിപ്പ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള സിമിലാരിറ്റി ആണ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ആൻഡ് സിമിലാരിറ്റി ഓൾസോ പ്രൊമോട്ട്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റ്. Similarity in intrinsic values of the couple was linked to relationship commitment and stability. Okay, അടുത്തത് കോംപ്ലിമെന്റാരിറ്റി. ഇപ്പൊ കോംപ്ലിമെന്ററി ഇന്ററാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളാണെങ്കിൽ അവരെപ്പോഴും ഒരു റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ഒരു ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ ആയിരിക്കും അവർ തേടുക, അല്ലെങ്കിൽ അവരൊരു ഡിസയർ അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് കോംപ്ലിമെന്ററി എന്ന് നമ്മൾ പറയുന്നത്. സോ കോംപ്ലിമെന്ററി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ട്നേഴ്സ് ഇൻക്രീസസ് ദെയർ അട്രാക്റ്റീവ്നെസ് ടു ഈച്ച് അതർ. കോംപ്ലിമെന്ററി പാർട്ട്നേഴ്സ് പ്രിഫർ ക്ലോസർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ദാൻ ടു ഡിസയർ എ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് with high self-esteem people. We are attracted to people who complement to us because this allows us to maintain our preferred style of behavior. അപ്പം ഞാനൊരു ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ഒരു ഡിസയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുമായിരിക്കും. അപ്പം അതുവഴി നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ബിഹേവിയറിലേക്ക് നമ്മളും ചെന്നെത്തിച്ചേരും എന്ന് പറയുന്ന ഒരു തോട്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. Then, and through interaction with someone who complements our own behavior, we are likely to have a sense of self-validation and security. അപ്പൊ നമ്മളുടെ ഒരു പോരായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ആ പോരായ്മ നികത്തുന്ന ഒരു മെച്ചപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ കൂടെ വരുന്നതെങ്കിൽ നമുക്കൊരു സെൽഫ് വാലിഡേഷനും അതുപോലെ ഒരു സെക്യൂരിറ്റിയും അവിടെ ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റി വരികയാണ്. ആൻഡ് മോർ അട്രാക്റ്റഡ് ടു പിയേഴ്സ് അപ്രോക്സിമേറ്റ്ലി ടു ദയർ ഐഡിയൽ സെൽഫ്. Next factor is reciprocity. Reciprocity എന്ന് പറയുമ്പോൾ it's also called as mutual liking. Sometimes we like people just because they like us and are nice to us. അപ്പം എന്നോട് അവർ വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്, അല്ലെ എന്നോട് വളരെ നൈസ് ആയിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത്. സോ സംടൈംസ് വി ലൈക്ക് പീപ്പിൾ ജസ്റ്റ് ബിക്കോസ് ദേ ലൈക്ക് അസ് ആൻഡ് ആർ നൈസ് ടു അസ്. അപ്പൊ അവര് മറ്റുള്ളവരോട് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, മറിച്ച് എൻ്റെ അടുത്ത് അവർ വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടും പെരുമാറുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പെരുമാറുന്നു എന്നുള്ളതാണ് റെസിപ്രോക്കൽ ലൈക്കിംഗ് ഓർ മ്യൂച്വൽ ലൈക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു മസ്റ്റ് ഹാവ് എൻകൗണ്ടർഡ് ദിസ് ടെക്നിക് സെവറൽ ടൈംസ് ഇൻ യുവർ ലൈഫ്. ത്രൂ റെസിപ്രോക്കൽ ലൈക്കിംഗ്, though reciprocal liking is often taken in negative ways in terms of flattery, teacher's pet or boss pet, sometimes a person may genuinely like the other person and this compels the second person to develop a liking for the first person. അപ്പോൾ ഒരു ടീച്ചറിന് ഈ ഒരു കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ്, ടീച്ചറിന്റെ ഇത് പെറ്റാണ് എന്ന് പറയുമ്പോൾ നോർമലി ഇത് കേൾക്കുന്ന കുട്ടിക്കും ആ ടീച്ചറിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബോസിന്റെ പെറ്റാണ് എന്ന് പറയുമ്പോൾ ആ ബോസ് ആ രീതിയിൽ ആ പെറ്റിനോട് പെരുമാറുന്നു, അതനുസരിച്ച് ഈ പെറ്റും ബോസിന്റെ അടുത്ത് ഇഷ്ടം കാണിക്കും, അല്ലെങ്കിൽ പെറ്റ് ബോസിന്റെ അടുത്ത് ആ ഇഷ്ടം വരുമ്പോൾ ബോസിന് ആ പെറ്റിനോടും ഇഷ്ടം വരുന്ന ഒരു ചാൻസസ് ആണ് പറയുന്നത്. അതിനാണ് നമ്മൾ മ്യൂച്വൽ ലൈക്കിംഗ് എന്ന് പറയുന്നത്. സോ റിസർച്ച് ഫൈൻഡിങ് have shown that this proves to be a powerful technique in gaining favors and like.
സോ ഇന്റർപേഴ്സണൽ അട്രാക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ്റെ ഡെഫിനിഷൻ, ദെൻ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഫാക്ടർ പറയുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ വരുന്നത് പ്രോക്സിമിറ്റി, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, സിമിലാരിറ്റി, കോംപ്ലിമെന്റാരിറ്റി ആൻഡ് മ്യൂച്വൽ ലൈക്കിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. സോ പ്രോ സോഷ്യൽ ബിഹേവിയർ ഡെഫിനിഷൻ ആൻഡ് അതിന്റെ ഡെഫിനിഷനും ടൈപ്സ്. അപ്പൊ എന്താണ് ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ, നമ്മൾ റീസെന്റ് ആയിട്ട് കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് വേരിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിസിറ്റിംഗ് ഡോർ ടു കളക്ട് റിലീഫ് മെറ്റീരിയൽസ് സച്ച് ആസ് ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ് എക്സെട്ര ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഒരു കൺട്രിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ആളുകൾ ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ് ഇതെല്ലാം എത്തിച്ച് ഡോർ ടു ഡോർ ആളുകൾ വിസിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഓരോ ഈ പറഞ്ഞ കേരളത്തിന്റെ പല ഭാഗത്തേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവരാരും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ലായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒന്നും നോക്കാതെ തന്നെ, അതായത് നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് പോലും ചിന്തിക്കാതെ ആളുകൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻസിലേക്ക് സ്വയമായിട്ട് വോളണ്ടിയർ ചെയ്ത് പ്രവർത്തിക്കുകയാണ് നമ്മൾ കണ്ടത്. So thousands of people from various parts of the country rushed to the flood affected areas in Kerala. കേരളത്തിലേക്ക് ആളുകൾ പാഞ്ഞെത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്, ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി, ആൻഡ് volunteered themselves in rescue operations. So you might have also seen certain people helping the blind or old people to cross a busy traffic on road. അപ്പം ഈ ഫ്ലഡിന്റെ അവസ്ഥ പോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണ്. ഇപ്പൊ റോഡിൽ ഒരു ബിസി ട്രാഫിക് വരുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു ട്രാഫിക് വരുമ്പം ഒരു റോഡ് മുറിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ. ഓൾ ദീസ് ബിഹേവിയേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് സം മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആസ്പെക്ട്സ് ഓഫ് അവർ സോഷ്യൽ ലൈഫ്, പ്രോ സോഷ്യൽ ബിഹേവിയർ. അപ്പൊ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ച് ആ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. സിംപ്ലി നമ്മൾ അവിടെ ഒരു ആക്ട് ചെയ്യുന്നത് ദാറ്റ് ബെനിഫിറ്റ് അനദർ പേഴ്സൺ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ definition നോക്കാം. Pro-social behavior is defined as an intentional act or behavior of an individual which benefits some other person or society at a larger level, despite that the behavior does not provide any immediate benefit to the helper. അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ല, എന്നിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആക്ട് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതാണ് ആ ആക്ട്. ആൻഡ് ആ ആക്ട് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിന് ഓർ സൊസൈറ്റിക്ക് അറ്റ് ലാർജർ ലെവൽ ഒരു ബെനിഫിറ്റ് വരികയാണ്. പക്ഷെ മറിച്ച് അവിടെ നമ്മളുടേതായ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ഒന്നും ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് any act performed with the goal of benefiting another person, അതാണ് വേറൊരു ഡെഫിനിഷൻ പറയുന്നത്. and it is a voluntary made with the intention of benefiting others, മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന് പറയുന്ന ഒരു ഇന്റൻഷനാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അടുത്ത ഡെഫിനിഷൻ, ഇറ്റ്സ് എ വോളണ്ടറി ബിഹേവിയർ ഇന്റൻഡഡ് ടു ബെനിഫിറ്റ് അനദർ പേഴ്സൺ. മറ്റു ഒരു വ്യക്തിയെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വോളണ്ടറി ബിഹേവിയർ, വേറൊരു വ്യക്തി നമ്മളെ സ്വാധീനിക്കാതെ നമ്മളെ ഫോഴ്സ് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന, നമ്മൾക്ക് സ്വയം തോന്നി നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ് വോളണ്ടറി ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് വോളണ്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഇനീഷ്യേറ്റീവ് ബൈ ദ ആക്ടർ ഇൻ കോൺട്രാസ്റ്റ് ടു പ്രൊഫഷണൽ ഹെൽപ്പ്. അപ്പൊ നമ്മളിപ്പോ ഒരു നഴ്സസ് അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സ് ഒരു പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയോ വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടീച്ചർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയോ അത്തരത്തിലുള്ളൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇപ്പൊ ഒരു കൗൺസിലർ ഒരു കൗൺസിലിയെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പാണ്. അങ്ങനെ അല്ലാതെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കൊരു ഇനിഷ്യേറ്റീവ് തോന്നി നമ്മളൊരു വേറൊരു വ്യക്തിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയാം. എക്സാമ്പിൾ, ഹെൽപ്പിംഗ്, ഷെയറിംഗ്, ഗിവിംഗ് ആൻഡ് കംഫർട്ടിംഗ്. ദെൻ പ്രോ സോഷ്യൽ ബിഹേവിയറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വേറൊരു വേർഡാണ് ഓൾട്രൂയിസം എന്ന് പറയുമ്പോൾ. ഇപ്പൊ പ്രോ സോഷ്യൽ ബിഹേവിയറിന്റെ ഒരു ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അവിടെ വരുന്നുണ്ട്. അതേസമയം ഓൾട്രൂയിസത്തില് അങ്ങനെ ഒരു ബെനിഫിറ്റ്, ഒരു സെൽഫ് ഇൻട്രസ്റ്റിന്റെ ഒരു എലമെന്റേ അവിടെ വരുന്നില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്രോ സോഷ്യൽ ബിഹേവിയർ വരുമ്പോൾ നമ്മൾക്ക് അറിയാതെ നമ്മൾക്ക് തന്നെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിവാർഡ്
അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷ, അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഒരു സോഷ്യൽ ഒരു സ്മൈല് തിരിച്ചു തരുന്നു. അല്ലെങ്കിൽ ഇപ്പം ചില കേസസിൽ നമ്മൾ മണി ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് എക്സെംപ്റ്റഡ് ആവുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റ് അതിന്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയാം. എനിവേ നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഒരു ഫേവർ കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഫേവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഓൺ ഇൻട്രസ്റ്റ് സെൽഫ് ഇൻട്രസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ആ ഒരു എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ആൾട്രൂയിസം എന്ന് പറയുന്ന ബിഹേവിയറിനകത്ത് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എലമെന്റും വരുന്നില്ല. ആൻഡ് മോട്ടിവേഷൻ ബിഹൈൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ, എന്തുകൊണ്ടാണ് പ്രോസോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത പറഞ്ഞത്. സോ ദ തിയറീസ് ബിഹൈൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എംപതി ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ്. എംപതി ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ്. എന്താണ് എംപതി ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ്? അപ്പൊ ഇത് ക്ലെയിം ചെയ്യുന്നത് എന്താ വെച്ചാല്, ഒരു വ്യക്തിക്ക് ഒരു നീഡ് ഉണ്ടെന്ന് അറിയാണ്. അപ്പം ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളവിടെ ആ സമയത്ത് ഫീൽ ചെയ്യാണ്. അതിനാണ് എംപത്തിക് ഇമോഷൻ എന്ന് പറയുന്നത്. ആ എംപത്തിക് ഇമോഷൻ ഇറ്റ് ഇവോക്സ് ഓൾട്രൂയിസ്റ്റിക് മോട്ടിവേഷൻ. അയ്യോ, അപ്പം ആ പാവം അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണം, അവരിയ്ക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓൾട്രൂയിസ്റ്റിക് മോട്ടിവേഷൻ അവിടെ വരികയാണ്. ടു റിലീവ് ദാറ്റ് നീഡ് ഹാസ് ബീൻ കാണുന്നു, ആ വ്യക്തിക്ക് ഒരു നീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ആ വ്യക്തിയുടെ നീഡിനെ വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു, അത് ഒരു ഓൾട്രൂയിസ്റ്റിക് മോട്ടിവേഷൻ നമ്മൾ ജനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ബിഹേവ് ചെയ്ത് ആ ഒരു ഓൾട്രൂയിസ്റ്റിക് മോട്ടിവേഷന്റെ ബേസിസിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനാണ് ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ്, എംപതി ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വി ആർ ഹാവിംഗ് ആൻ എംപതി ഓർ empathic emotion for someone who is in need, and that evokes altruism. അതാണ് പറയുന്നത്. Then next is empathic joy hypothesis. ഇതില് 3 prominent features ആണ് പറയുന്നത്. The helpers experience empathic concern. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് നീഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾക്കൊരു എംപത്തിക് കൺസേൺ ഉണ്ടാവുന്നു. ഈ കൺസേൺ ഈസ് എ ഫങ്ഷൻ ഓഫ് ദെയർ സെൻസിറ്റിവിറ്റി ടു അതേഴ്സ് നീഡ്. അപ്പം ആ ഒരു കൺസേൺ വരുമ്പോൾ മറ്റുള്ളവരുടെ നീഡിനോട് നമ്മൾ എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവയർനെസ് ഓഫ് റിലീഫ് ഫോർ അനദേഴ്സ് ഡിസ്ട്രസ് promote subsequent relief of the helper's empathic concern as well as a sense of joy. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, ആദ്യം നമ്മളൊരു എംപത്തിക് കൺസേൺ ഉണ്ടാവുന്നു നമുക്ക്. അപ്പൊ ഈ കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ആ വ്യക്തിയോടുള്ളൊരു സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നീഡ്സിനോടുള്ളൊരു സെൻസിറ്റിവിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പിന്നെ നമ്മൾ ആക്ട് ചെയ്യാണ്. അപ്പൊ ആ ആക്ടിങ്ങിലൂടെ നമ്മൾക്ക് ഒരു റിലീഫ് കിട്ടുകയാണ്. നമ്മുടെ ആ ഒരു കൺസേണിൽ നിന്ന് നമ്മളൊരു റിലീഫ് കിട്ടുന്നു, അങ്ങനെ നമുക്കൊരു ജോയ് കിട്ടുന്നു എന്നുള്ളതാണ് എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ്. അപ്പൊ ഈ ഒരു ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വെൻ വി ഡു എ പ്രോസോഷ്യൽ ബിഹേവിയർ എന്നാണ് അടുത്ത തിയറിയിൽ പറയുന്നത്. സോ എംപത്തിക് ഓൾട്രൂയിസം ഹൈപ്പോത്തസിസ്, ദെൻ എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ്. 3 prominent features തന്നെ പറയുന്നത്. ആദ്യം നമുക്കൊരു എംപത്തിക് കൺസേൺ ഉണ്ടാവുന്നു. ദെൻ സച്ച് കൺസേൺ ഈസ് അക്കമ്പനിഡ് ബൈ ഫീലിംഗ്സ് ഓഫ് സാഡ്നെസ്. നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഓർ നെഗറ്റീവ് സ്റ്റേറ്റ് ഓർ സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഹെൽപ്പേഴ്സ് അറ്റംപ്റ്റ് ടു റിലീവ് സച്ച് ഫീലിംഗ്സ് ബൈ ഹെൽപ്പിംഗ് അതേഴ്സ്. അങ്ങനെ ആ ഫീലിംഗ്സിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. സോ അപ്പൊ ആ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ ആ ഒരു കൺസേണിലൂടെ നമുക്ക് നമ്മൾ തന്നെ റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഓക്കെ, സോ വി ഹെൽപ്പ് ഐദർ because our actions allows us to reduce our own negative feelings. അപ്പൊ അതാണ് ഒരു പ്രോസോഷ്യൽ എലമെന്റ് അവിടെ പറയുന്നത്. അപ്പൊ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നു, ആ നെഗറ്റീവ് ഫീലിംഗിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ഷൻസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓൾട്രൂയിസത്തിനേക്കാൾ കൂടുതൽ ഒരു പ്രോസോഷ്യൽ ആക്ട് ആണ് സംഭവിക്കുന്നത്. So these negative feelings are not necessarily aroused by emergency situations. So we engage in pro-social acts as a way to improve our own negative mood. നമ്മളുടെ തന്നെ ഒരു നെഗറ്റീവ് മൂഡിനെ മാറ്റാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രോസോഷ്യൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ വ്യത്യാസം വരുന്നത്. സോ ഇൻ സച്ച് കേസസ് അൺഹാപ്പിനെസ് ലീഡ്സ് ടു പ്രോസോഷ്യൽ ബിഹേവിയർ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾക്ക് ഒരു നെഗറ്റീവ് മൂഡ് വരുമ്പോൾ നമുക്കൊരു അൺഹാപ്പിനെസ് വരുന്നു, ആ അൺഹാപ്പിനെസ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രോസോഷ്യൽ ആക്ട് ചെയ്തതെന്നുള്ള.
So in such situations, empathy may be there or not. Okay, so that is negative state relief hypothesis. Next is competitive altruism. Competitive altruism, it proposes that by being engaged in a pro-social acts, we are able to enhance our own significant status and reputation in a society. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള pro-social acts ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ കൂടുകയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു മെച്ചപ്പെട്ട ഒരു ധാരണ വരുന്നു. അതുപോലെ സൊസൈറ്റിയിലും ഒരു സ്റ്റാറ്റസും റെപ്യൂട്ടേഷനും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ മത്സരിച്ച് ഓൾട്രോയിസ്റ്റിക് ബിഹേവിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Further, enhanced significant status and reputation pays off the helper in many ways, such as importance in the society, public recognition. അപ്പോൾ ഒരു വശത്തൂടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗെയിൻ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അത്തരത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആളുകൾ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിലേക്ക് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോമ്പറ്റിറ്റീവ് ഓൾട്രോയിസം തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കിൻ സെലക്ഷൻ തിയറി. കിൻ സെലക്ഷൻ തിയറിയിൽ പറയുന്നത് നമ്മൾ എപ്പോഴും സഹായിക്കുമ്പോൾ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെ ഉള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ സഹായിക്കുക. അത് മേ ബി ഒരു കിൻ, അതായത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷനിലുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ സഹായിക്കുന്നത് ദാൻ those we are not related എന്നുള്ളതാണ്. So kin selection theory explains pro-social behavior from evolutionary perspective, that as a species we are motivated to get our genes transferred into the next generation. അപ്പൊ എന്നെ പോലെയുള്ള ജീൻസ് വീണ്ടും ഉണ്ടാവണം, അത്തരത്തിലുള്ള ജനറേഷൻകാർ കൂടുതൽ വരണം എന്നുള്ള ചിന്തയിൽ എൻ്റെ ജീൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ആണ് നമ്മൾ കൂടുതൽ സഹായിക്കുന്നത് എന്നുള്ളതാണ് കിൻ സെലക്ഷൻ തിയറിയിൽ പറയുന്നത്. Okay, so ഇത്രയാണ് മേജർ motivational factors behind pro-social behavior പറയുന്നത്. So one is empathy altruism hypothesis, second is empathic joy hypothesis, third is negative state relief hypothesis, fourth competitive altruism, and fifth kin selection theory. Next is bystander effect. So bystander effect എന്ന് പറയുന്നത് it is a 5-stage model of helping behavior. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അതിൽ വന്നിരിക്കുന്ന ഒരു ടേമാണ് ബൈസ്റ്റാൻഡർ എഫക്ട്. അത് ഒരു 5-stage മോഡലാണ്, നമ്മൾ പറഞ്ഞുതരാം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. സ്റ്റോറി അല്ല, ഇറ്റ് വാസ് ഒരു ഹാപ്പൻഡ് ആയിട്ടുള്ള കേസ് തന്നെയാണ്. ഇറ്റ്സ് എ കേസ് ഓഫ് murder that happened in USA. കിറ്റി ജെനോയിസ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് മരിച്ചത്. 1964 സംഭവം. വിൻസ്റ്റൺ മോസ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കിറ്റിയെ കൊന്നത്. സോ വിൻസ്റ്റൺ മോസ്ലി ചേസ്ഡ് ഹെർ ഡൗൺ ആൻഡ് സ്റ്റാബ്ഡ് ഹെർ. അപ്പോൾ ഈ കിറ്റി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിങ്ങിന്റെ ഏരിയയിൽ വെച്ചിട്ടാണ് ഈ കിറ്റിയെ വിൻസ്റ്റൺ മോസ്ലി കൊല്ലുന്നത്. സോ ഈ കൊല്ലുന്ന കാഴ്ച അതൊരു 45 minutes അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഈ അറ്റാക്ക് മുഴുവൻ ഈ കിറ്റിയുടെ അപ്പാർട്ട്മെന്റിലുള്ള 38 നൈബേഴ്സ് വിറ്റ്നസ് ചെയ്തിരുന്നു. പക്ഷെ ഒരു വ്യക്തി മാത്രമാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്ത്, ബാക്കി എല്ലാവരും ഈ പറഞ്ഞ 37 നൈബേഴ്സും ഈ ഒരു സിറ്റുവേഷൻ വിറ്റ്നസ് ചെയ്തിരുന്നു. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യാനോ കിറ്റിയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ല എന്നുള്ള. സോ ഇറ്റ് വാസ് എ 45 minutes അറ്റാക്ക്. ആൻഡ് ജോൺ ഡാർലെ ആൻഡ് ബിബ് ലാറ്റൻ, ഈ ഒരു അറ്റാക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വന്നതിന് ശേഷമാണ് ജോൺ ഡാർലെയും അതുപോലെ ബിബ് ലാറ്റനും, ഈ 2 വ്യക്തികൾ എന്തുകൊണ്ടാണ് ആ ഒരു ലാക്ക് ഓഫ് റിയാക്ഷൻ സംഭവിച്ചത് എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ സംഭവിച്ചത്, ഈ കിറ്റിയുടെ കേസിൽ സംഭവിച്ചത്,
ഈ 45 മിനിറ്റ്സും ഈ അറ്റാക്ക് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നതെന്ന് പിന്നീട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊരു ലവേഴ്സ് ക്വാറലാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. ബാക്കിയുള്ള വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ചെന്ന് സഹായിക്കട്ടെ എന്ന് ചിന്തിച്ചു. ആരും സഹായിക്കാതിരുന്നപ്പോൾ വെറുതെ നമ്മളൊരു ട്രബിളിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചു. അത് അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് വന്നത്. സോ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുമ്പം അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേറൊരു വ്യക്തി ആക്ട് ചെയ്യട്ടെ, ഞാൻ ആക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് അവിടെ നമ്മൾ സ്റ്റക്കായി നിൽക്കുകയും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ആ ഒരു ഹെൽപ്പ് അത് ഡിസേർവ് ചെയ്യുന്ന ആ വ്യക്തിക്ക് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് 5 സ്റ്റേജ് മോഡൽ ഓഫ് ഹെൽപ്പിംഗ് ബിഹേവിയർ. അപ്പൊ ഇതിൽ 5 സ്റ്റേജസ് ആണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്ലാറ്റൻ ആൻഡ് ജോൺ ഡാർലി. ഇതിൽ 5 സ്റ്റെപ്പ് റെസ്പോൺസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടീസിങ് ദ എമർജൻസി ആണ്. അപ്പം ഒരു വ്യക്തിക്ക് ഒരു നീഡ് ഉണ്ട് എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എമർജൻസി അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ മസ്റ്റ് നോട്ടീസ് ദാറ്റ് ആൻ എമർജൻസി ഹാസ് ഒക്കേർഡ്. അതിൽ ഡാർലി ആൻഡ് ബാറ്റ്സൺ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. സെമിനാരി സ്റ്റുഡൻസിലാണ് ആ സ്റ്റഡി നടത്തിയത്. അപ്പം ആ സ്റ്റഡിയിൽ അവരുടെ അടുത്ത് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പൊ ഇന്നെടുത്ത് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം, ഇന്നൊരു സ്ഥലത്തിലേക്കാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത്. അപ്പം അതിനകത്ത് കുറച്ച് ഗ്രൂപ്പ്സ് ആക്കി തിരിച്ചു. അതിൽ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സഫീഷ്യന്റ് ടൈം ഉണ്ട്, നിങ്ങൾക്ക് പയ്യെ അവിടെ ചെന്നാൽ മതി, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഉള്ളത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്, നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അവിടെ ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് വഴിയിൽ ഒരാള് അവിടെ വയ്യാതെ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ ആ കിടക്കുന്ന വ്യക്തിക്ക് ശരിക്കുമുള്ള വയ്യായിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടല്ല, അത് ഈ റിസർച്ചറിന് തന്നെ ഒരു കോൺഫിഡറേറ്റ് ആയിരുന്നു. അപ്പം ആ വ്യക്തി എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ഇതില് കുറച്ച് സമയം ഉണ്ട്, നിങ്ങൾ പയ്യെ അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞവരിൽ 63% ആളുകളും ഈ വ്യക്തിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വില്ലിങ് ആയി വന്നു. അസമയം നിങ്ങൾ കറക്റ്റ് ഷെഡ്യൂളിലാണ് നിൽക്കുന്നത്, നിങ്ങൾ അവിടെ കറക്റ്റ് സമയത്ത് എത്തിച്ചേരും എന്ന് പറഞ്ഞ ആളുകളിൽ 45% ആളുകളാണ് ഹെൽപ്പ് ചെയ്തത്. ദെൻ ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആണ് കേട്ടോ, നിങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തുക, ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആണ് എന്ന് ഒരു മെസ്സേജ് കൊടുത്ത ഗ്രൂപ്പിൽ നിന്ന് 9% ആളുകളാണ് റെസ്പോണ്ട് ചെയ്തത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന കൊടുക്കുന്ന അറ്റൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു എമർജൻസി നോട്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം അല്ലെങ്കിൽ തോറ്റുപോയേക്കാം എന്നുള്ളതാണ് തിങ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടീസിങ് ദ എമർജൻസി ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഇന്റർപ്രറ്റിംഗ് ആൻ എമർജൻസി ആസ് ആൻ എമർജൻസി. ഒരു സിറ്റുവേഷൻ അതൊരു എമർജൻസി ആണ് അല്ലെങ്കിൽ അല്ല എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ വെൻ അതർ ബൈസ്റ്റാൻഡേഴ്സ് ആർ പ്രസന്റ്, മറ്റു ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വേറെയും ബൈസ്റ്റാൻഡേഴ്സ് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ സിറ്റുവേഷന് കുറച്ചും കൂടി ക്ലാരിറ്റി കുറയാനുള്ള ചാൻസസും വരുന്നുണ്ട്. സോ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു അസ്യൂം ആൻ എമർജൻസി ഈസ് സംതിങ് ഇന്നോക്യൂസ്. നമുക്ക് അത്ര വലിയൊരു എമർജൻസി ആണെന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. സോ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉള്ളപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. സോ എല്ലാവരും മറ്റുള്ളവർ ആ സിറ്റുവേഷൻ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ പറ്റി ചോദിക്കുമ്പോൾ എന്തോ പറ്റി എന്താന്ന് അറിയില്ല, ഇങ്ങനെ പറയുന്ന ഒരു ക്ലാരിറ്റിയാണ് അവിടെ സംഭവിക്കുക. അത് അത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ട് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ്, അതായത് മൊത്തം ആളുകൾക്ക് ഒരു ധാരണ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ആ ഒരു എമർജൻസി കറക്റ്റ് ആയിട്ടുള്ള ഒരു എമർജൻസിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കുന്ന അവസ്ഥയും വരാറുണ്ട്. സോ എപ്പോഴും ഇന്റർപ്രറ്റിംഗ് ആൻ എമർജൻസി ആസ് എൻ എമർജൻസി എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആൻഡ് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഫോർ ആ 5-step response in emergency situation. So first is noticing the emergency and second is interpreting an emergency as an emergency. Then third is assuming that it is your responsibility to help. അപ്പോൾ മൂന്നാമത്തെ
സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം ആണ് എന്ന് ചിന്തിക്കുന്നതാണ് അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് എന്ന് പറയുന്നത്. സോ വെൻ ദർ ആർ മെനി വിറ്റ്നസസ് ദർ ഈസ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അവിടെ സംഭവിക്കുന്നത് ഞാൻ ചെയ്യുന്നതിനെ വേറൊരു വ്യക്തിക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അടുത്ത താഴെ ഫ്ലാറ്റിലുള്ളവർക്ക് ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം അവിടെ ഞാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ അവിടെ കാര്യങ്ങൾ നടത്തുകയും മറ്റുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രോസോഷ്യൽ ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും അവിടെ കൂടുതലായിട്ട് വരുന്നു. So when there are many witnesses, there is diffusion of responsibility. The phenomenon whereby each bystander's sense of responsibility to help decreases. അതായത് ഓരോ വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് others അത് ഡിക്രീസ് ചെയ്യും when the number of witnesses increases എന്നുള്ളതാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. സോ എവറി വൺ അസ്യൂംസ് ദാറ്റ് സംവൺ എൽസ് വിൽ ഹെൽപ്പ്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് വേറൊരു വ്യക്തി അവരെ ഹെൽപ്പ് ചെയ്തോളും, അല്ലെങ്കിൽ അവരെ സഹായിച്ചോളും എന്നാണ് ചിന്തിക്കുക. So everyone assumes that someone else will help. As a result, no one does. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒടുവിൽ കിറ്റിയുടെ കേസ് പോലെ ആരും ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കാം. ബട്ട് വെൻ നോ വൺ ഈസ് പ്രസന്റ്, വേറെ ഒരു വ്യക്തികളും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ലോൺ ബൈസ്റ്റാൻഡർ ആണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത്. സോ അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ്. നെക്സ്റ്റ് ഇസ് നോയിങ് വാട്ട് ടു ഡു. അപ്പം ഞാൻ റെസ്പോൺസിബിൾ ആണ്, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെയെങ്കിലും എനിക്ക് അവിടെ ചെയ്യേണ്ട ആക്ടിന് വേണ്ടിയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ സ്കിൽസ് എനിക്ക് ഉണ്ടാവണം. ഇപ്പൊ ഒരു വ്യക്തി വെള്ളത്തിൽ ചാടി അവിടെ മുങ്ങി മരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എമർജൻസി കാണുന്നു, ആ വ്യക്തി മുങ്ങി മരിക്കാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുവെങ്കിലും എനിക്ക് അവര് വേറൊരു വ്യക്തികളില്ല, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് ഞാൻ പെർസീവ് ചെയ്തു, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ പാകത്തിന് എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടും എനിക്ക് നീന്തൽ അറിയില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഡിസൈഡിങ് ദാറ്റ് യു ഹാവ് ദ നെസസറി നോളജ് ആൻഡ് സ്കിൽ ടു ആക്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്, നോയിങ് വാട്ട് ടു ഡു. So pro-social behavior cannot occur unless a person knows how to become helpful. എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും എന്ന് അറിഞ്ഞ് അത് ഇരുന്നാൽ നമ്മൾക്ക് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. A good swimmer can help a person who is drowning, or a doctor can help a person with a heart problem. നെക്സ്റ്റ് മേക്കിംഗ് ഫൈനൽ ഡിസിഷൻ ടു ഹെൽപ്പ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് ഓക്കെ ഈ കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തു, ദെൻ അതൊരു എമർജൻസി ആണെന്ന് ഞാൻ മനസ്സിലാക്കി, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി, എനിക്ക് അത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാനുള്ള സ്കില്ല് അല്ലെങ്കിൽ നോളജ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ടും നമ്മൾ ഫൈനലി ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വെദർ ഐ ഷുഡ് ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ ഓർ നോട്ട്. So deciding whether to help or not to help is not a simple process. അത് അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പിന്നിൽ ഒരുപാട് നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. സോ ഇത്രയും ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ചിലപ്പോൾ വിതിൻ എ മിനിറ്റ് അല്ലെങ്കിൽ വിതിൻ സെക്കൻഡ്സ് നമ്മളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയാം. അപ്പം ഏതൊരു എമർജൻസി, ഏതൊരു സിറ്റുവേഷനും ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഫാക്ടേഴ്സിലൂടെ അല്ലെങ്കിൽ ഈ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. So deciding whether to help or not to help is not a simple process. It requires a series of decisions to be taken by the helper. When a specific person is addressed by the name, that person will help. അപ്പോൾ നമ്മളെ പേര് ചൊല്ലി വിളിച്ച് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പേഴ്സണിനെ നമ്മൾ സഹായിക്കും, റിഗാർഡ്ലെസ് ഓഫ് ഗ്രൂപ്പ് സൈസ്. അവിടെ എത്ര ഗ്രൂപ്പിൽ ഒത്തിരി ആളുകൾ ഉണ്ടെങ്കിൽ പോലും എന്നെ വിളിച്ച് അവർ കരയുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അവിടെ ചെന്ന് സഹായിക്കും. അതർവൈസ് ഗ്രൂപ്പ് സൈസ്, വെദർ ക്വാളിഫൈഡ് ഫോർ ഗിവിംഗ് ഹെൽപ്പ്, കോൺസിക്വൻസസ്, ഇതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്യും ബിഫോർ ടേക്കിംഗ് എ ഫൈനൽ ഡിസിഷൻ ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, സോ റെസ്പോണ്ടിങ് ടു എമർജൻസിയിൽ 5 സ്റ്റെപ്പ് റെസ്പോൺസ്. ഫസ്റ്റ് നോട്ടീസിങ് ദ എമർജൻസി, ദെൻ ഇന്റർപ്രറ്റിംഗ് ആൻ എമർജൻസി ആസ് എൻ എമർജൻസി, then assuming that it is your responsibility to help, then knowing what to do, and finally making final decision to help. Then next is factors affecting pro-social behavior. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത് pro-social behaviorന്റെ കേസിൽ?
സോ ഫസ്റ്റ് ഈസ് സിമിലാരിറ്റി വിത്ത് ദ വിക്ടിം. ഇപ്പൊ വിക്ടിം ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി, ഒരു സാദൃശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ലൈക്ക് നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ആണോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും നമ്മൾ കൂടുതലും ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത ദാൻ വെൻ കമ്പയർഡ് ടു സ്ട്രേഞ്ചേഴ്സ്. അപ്പൊ ഒരു സ്ട്രേഞ്ചറും നമ്മുടെ ഒരു ഫ്രണ്ടും രണ്ടുപേരും ഒരു ഹെൽപ്പ് സീക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ടെൻഡൻസിയിൽ പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഫ്രണ്ടിനെ സഹായിച്ചിട്ട് ആയിരിക്കാം നമ്മളൊരു സ്ട്രേഞ്ചറിന് സഹായം കൊടുക്കുക എന്നുള്ളതാണ്. സോ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു പ്രൊവൈഡ് ഹെൽപ്പ് ടു ദോസ് ഹു ആർ close to them, such as family members, friends, as compared to the strangers. And studies have been reported indicating that an unknown victim is more likely to receive help if he or she is similar to the bystander in terms of age, nationality, ethnicity, etc. So, ഇനി ഒരു അൺനോൺ വിക്ടിം ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മളുടെ അതേ പ്രായം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ അതേ നാഷണാലിറ്റിയിൽ വരുന്ന ആളുകൾ, നമ്മളുടെ അതേ എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളുമായിട്ടായിരിക്കും അവരെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക when compared to an unknown victim, when compared to a person who is dissimilar in terms of age, nationality, ethnicity, etc. Then അടുത്തത്, they have further suggested that similarity with the victim facilitates accuracy of understanding about the victim's sufferings and experiences. So they have further suggested that similarity with the victim, അപ്പോൾ നമുക്ക് ആ വിക്ടിമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടാവുന്നു. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആക്യുറസി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ വിക്ടിംസ് സഫറിങ് ആൻഡ് എക്സ്പീരിയൻസസ് ലീഡിങ് ടു ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് ഹെൽപ്പ് ബീങ് പ്രൊവൈഡ്. അപ്പൊ എനിക്കറിയാം ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ, എനിക്കറിയാം ആ വ്യക്തി അനുഭവിക്കുന്ന സഫറിങ്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ എനിക്കറിയാം. അപ്പൊ എൻ്റെ ഏജ് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, അവർ കടന്നു പോകുന്ന അവസ്ഥകൾ എനിക്ക് അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ സഹായിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വഴിയിൽ ഒരു വ്യക്തി വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നു, ആ വ്യക്തിയെ നമ്മൾ സഹായിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ സഹായിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ കിടക്കാനുള്ള കാരണം, ഈ വ്യക്തിക്ക് വയ്യായിക എന്തുകൊണ്ട് വന്നു? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ആ വ്യക്തിയുടെ ഒരു ഹാബിറ്റ് കൊണ്ടാണ്, അല്ലെ ആ വ്യക്തി ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആണ്. അപ്പം ആ മദ്യപിച്ചിട്ട് ആണ് ആ വ്യക്തി അവിടെ കിടക്കുന്നത്. അപ്പം അത് ആ വ്യക്തിയുടെ തന്നെ ഒരു റീസൺ ആണ് അവിടെ പറയുന്നത്, അല്ലാതെ വേറെ പ്രോബ്ലംസ് കൊണ്ടല്ല. അവരുടെ ലൈഫിനെ ആ രീതിയിൽ കണ്ട് ആ രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് സഹായം കിട്ടാനുള്ള ചാൻസസ് കുറയാണ്. So help being provided becomes less likely when we attribute the victim's suffering to his or her internal factors, such as the victim's internal traits or personal habits. അപ്പൊ അവരുടെ തന്നെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് നമ്മൾ മനുഷ്യർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഹെൽപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് ഇസ് പ്രോ സോഷ്യൽ മോഡലിംഗ്. പ്രോ സോഷ്യൽ മോഡലിംഗിൽ പറയുന്നത്, consistent to the modeling of social learning approach, in the presence of a bystander who provides help to the victim, we also tend to provide help. So consistent to the modeling of the social learning approach. അപ്പൊ സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നു. സോ വി ലേൺ ത്രൂ ഒബ്സർവേഷൻ എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ ഇൻ ദ പ്രസൻസ് ഓഫ് എ ബൈസ്റ്റാൻഡർ ഹു പ്രൊവൈഡ്സ് ഹെൽപ്പ് ടു ദ വിക്ടിം, വി ഓൾസോ ടെൻഡ് ടു പ്രൊവൈഡ് ഹെൽപ്പ്. അപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു ബൈസ്റ്റാൻഡർ ഒരു വിക്ടിമിനെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ കാണുമ്പോൾ നമ്മൾക്കും ആ വ്യക്തിയെ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയാണെന്ന് പറയാം. അപ്പം അത് ലൈവ് സോഷ്യൽ മോഡൽ ആയിരിക്കണം എന്നില്ല. ലൈവ് ഒരു പ്രോ സോഷ്യൽ മോഡൽ അല്ലെങ്കിൽ പോലും ഇപ്പൊ പ്രോ സോഷ്യൽ വീഡിയോ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കാണുന്ന ഏതെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തികൾ, അപ്പൊ അവര് ഇത്തരത്തിലുള്ള പ്രോ സോഷ്യൽ ബിഹേവിയേഴ്സ് എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മളുടെയും ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ ടെൻഡൻസീസ് കൂട്ടാനുള്ള ചാൻസസ് ആണ് പറയുന്നത്. അതുപോലെ വീഡിയോ ഗെയിംസിലും ഈ പറഞ്ഞ പ്രോ സോഷ്യൽ വീഡിയോ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പം അത് കൂടുതലായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിലും ഈ പറഞ്ഞ പ്രോ സോഷ്യൽ ആക്ട്സ് കൂടുതലായിട്ടും
തോട്ട്സ് ആൻഡ് സ്കീമാസ്. അപ്പം അതനുസരിച്ചുള്ളൊരു സ്കീമയാണ് അവർ ഫോം ചെയ്യുക. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്കീമ അവരിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. So it arouses pro-social thoughts and schemas and consequently activates attitudes and emotions leading to pro-social actions behavior. അപ്പം അങ്ങനെയുള്ള സ്കീമാസ് വന്നു കഴിയുമ്പോൾ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യും, അത്തരത്തിലുള്ള ഇമോഷൻസ് നമ്മളിൽ കൂടുതൽ വരികയും അങ്ങനെ പ്രോ-സോഷ്യൽ ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് നമ്മളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. Next is gratitude. When a person receives recognition and appreciation for his or her pro-social act. ഇപ്പൊ ഞാൻ ഒരു വ്യക്തി എനിക്ക് അത്തരത്തിലുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടുകയാണ്, ഞാനിപ്പോൾ ഒരു പ്രോ-സോഷ്യൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ പ്രോ-സോഷ്യൽ ആക്ട് നിങ്ങൾ ചെയ്തതിന് ഒരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഒരു റിട്ടേൺ ആയിട്ട് എനിക്കൊരു സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത്തരത്തിലുള്ള ആക്ട്സ് പിന്നീട് ചെയ്യാനുള്ള എൻ്റെ ടെൻഡൻസിയും അവിടെ കൂടുകയാണ്. ഇറ്റ് ഈസ് മോർ ലൈക്ലി ദാറ്റ് ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് അഗെയിൻ ടു ദ സെയിം പേഴ്സൺ. ആ സെയിം പേഴ്സണെ വീണ്ടും ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസസും അവിടെ കൂടുതലാണ്. ആസ് വെൽ ആസ് ടു അതർ പീപ്പിൾ അറ്റ് സബ്സിക്വന്റ് ഒക്കേഷൻസ്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള പ്രോ-സോഷ്യൽ ആക്ട് ചെയ്ത് കഴിയുമ്പം എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല, എനിക്ക് അതിനൊരു അപ്രീസിയേഷനും കിട്ടിയില്ല, അത് പിന്നീട് ഒരു പാരയായി എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നീട് നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാനായിട്ടാണ് സാധ്യത പറയുന്നത്. മറിച്ച് നമ്മൾ അത്തരത്തിലുള്ള പ്രോ-സോഷ്യൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് തന്നെ നമ്മൾ വീണ്ടും അത്തരത്തിലുള്ള ഹെൽപ്പ് കൊടുക്കാനുള്ള ചാൻസസ് വരുന്നു. അതുപോലെ തന്നെ പിന്നീട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മറ്റുള്ളവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും അവിടെ കൂടുതലായിട്ട് കാണുന്നു. സോ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ബീയിങ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. അപ്പം എല്ലാ വ്യക്തികളും ബേസിക്കലി ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ റെക്കഗ്നേഷൻ കിട്ടുക അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് ആ ഒരു ഹെൽപ്പറിന്റെ സെൽഫ് എഫിക്കസി കൂട്ടുകയാണ്. അപ്പം ഞാൻ ഒരു വർക്ക് ചെയ്തു, ഒരു ഹെൽപ്പ് ചെയ്തപ്പം എനിക്ക് റെക്കഗ്നീഷനും അപ്രീസിയേഷനും കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും അത്തരത്തിലുള്ള ആക്ട്സ് ചെയ്യുന്നു. ആ ചെയ്യുന്നതിലൂടെ ഓരോ പ്രാവശ്യം ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ സെൽഫ് എഫിക്കസി കൂടുന്നു. അതായത് എനിക്ക് ആ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കൂടുന്നത്. ആ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ സെൽഫ് എഫിക്കസി വരുന്നതിനനുസരിച്ച് എനിക്ക് കുറച്ചും കൂടി ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം അവിടെ വരികയാണ് ചെയ്യുന്നത്. which further leads to the person to enhance tendency to pro-social behavior. സൈക്കിൾ പോലെ ഈ ഒരു ബിഹേവിയർ നമ്മളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. Finally, interpersonal relation and connection with the society. Research findings suggest that people with rich interpersonal relations, അതായത് റിച്ച് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഉള്ള ആളുകൾ, അതുപോലെ സ്ട്രോങ് കണക്ഷൻ, സൊസൈറ്റി ആയിട്ട് സ്ട്രോങ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ കൂടുതലും പ്രോ-സോഷ്യൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം മാക്സിമം സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും പ്രോ-സോഷ്യൽ ആക്ട്സ് കാണിക്കുന്നത് കമ്പയർഡ് ടു പേഴ്സൺ ഹു ആർ സോഷ്യലി എക്സ്ക്ലൂഡഡ്. അപ്പം നമ്മൾ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ടെൻഡൻസീസ് കുറവായിരിക്കും. മേ ബി അവരൊരു ഷൈ ഒരു നേച്ചർ ആണെങ്കിൽ അവർ അത്തരത്തിലുള്ളൊരു മറ്റുള്ളവർ കാണത്തക്ക രീതിയിലുള്ള ഒരു ബിഹേവിയേഴ്സ് കാണിക്കാനുള്ള ടെൻഡൻസീസും കുറവായിരിക്കും. സോ സ്റ്റഡീസ് പറയുന്നത് പീപ്പിൾ വിത്ത് റിച്ച് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് സ്ട്രോങ് കണക്ഷൻ വിത്ത് ദ സൊസൈറ്റി ദേ ടെൻഡ് ടു ബിഹേവ് മോർ ഇൻ എ മോർ പ്രോ-സോഷ്യൽ മാനർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോ-സോഷ്യൽ ബിഹേവിയറിൽ പറയുന്നത്. സോ ഇന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. യൂണിറ്റ് 10 ആണ് ഇന്ന് നമ്മൾ കണ്ടത്. സോ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോ-സോഷ്യൽ ബിഹേവിയർ. അതിൽ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ വിച്ച് ലീഡ്സ് ടു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അപ്പൊ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു പീപ്പിൾ ദാറ്റ് ടെൻഡ്സ് ടു ഡ്രോ ദം ടുഗദർ ആൻഡ് റെസിസ്റ്റ് ദെയർ സെപ്പറേഷൻ. സോ ഇൻ ഫോമിങ് എ സോഷ്യൽ നെറ്റ്വർക്ക് ഇൻ ടേൺ പ്രൊവൈഡ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നമ്മൾക്കൊരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ ആ ഒരു നീഡ് ടു ബിലോങ് അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്നെസ് നീഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഓർ ത്രൂ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
Then interpersonal attractionലെ 2 factors ആണ് വരുന്നത്. ഒന്ന് need to affiliate, 2 influence of effect on attraction. So need to affiliate പറയുന്നത് നമ്മൾക്ക് മനുഷ്യരിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കാനും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും ഉള്ള ഒരു ടെൻഡൻസി മനുഷ്യരിലുണ്ട്. അത് എങ്ങനെയാണോ ഒരു ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള നീഡും മനുഷ്യരിലുണ്ടെന്ന് മനസ്സിലാക്കാം. സോ അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ആ ഒരു നീഡ് കൂടുതലായിരിക്കും, ചിലർക്ക് അത് കുറവായിരിക്കും. നീഡ് കൂടുതലുള്ളവർക്ക് ഇന്റർപേഴ്സണൽ അട്രാക്ഷന്റെ നീഡും അതുപോലെ തന്നെ കൂടുതലായിട്ട് വരും. അവര് ഏറ്റവും പെട്ടെന്ന് തന്നെ അവർ ആ അട്രാക്ഷൻ കാണിക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പം അത്രയും ഒരു നീഡ് ഇല്ലാത്തവരാണെങ്കിൽ അവർ കുറച്ച് റെസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഇന്റർപേഴ്സണൽ അട്രാക്ഷനിലേക്ക് വരുന്നത്. സോ ഫസ്റ്റ് ഇസ് നീഡ് ടു അഫിലിയേറ്റ്, രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് ഓഫ് എഫക്റ്റ് ഓൺ അട്രാക്ഷൻ. അപ്പൊ നമ്മളുടെ ഒരു ഇമോഷൻസ് എങ്ങനെയാണ് നമ്മളുടെ അട്രാക്ഷനെ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് ഓഫ് എഫക്റ്റ് ഓൺ അട്രാക്ഷനിൽ പറയുന്നത്. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് മൂഡിലിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ഇവാലുവേഷന്റെ പോസിബിലിറ്റിയാണ് പറയുന്നത്. സോ അത് രണ്ടുമാണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷനിൽ വരുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഒന്ന് പ്രോക്സിമിറ്റി ആണ്. നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു അട്രാക്ഷൻ വരുന്നുള്ളതാണ് പ്രോക്സിമിറ്റി. ദെൻ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, നമ്മൾ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന ഒരു ഫാക്ടറായിട്ട് പറയുന്നു. ദെൻ നെക്സ്റ്റ് ഇസ് സിമിലാരിറ്റി. അപ്പൊ നമ്മളുമായിട്ട് സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു വാല്യൂസ് ബിലീഫ്സ് വരുന്നവരോട് നമുക്ക് ആ ഒരു അട്രാക്ഷന്റെ പോസിബിലിറ്റി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് കോംപ്ലിമെന്റാരിറ്റി. നമ്മൾ ഒരു ലോ സെൽഫ് എസ്റ്റീം വ്യക്തിയാണെങ്കിൽ ഒരു ഹൈ സെൽഫ് എസ്റ്റീം വ്യക്തിയോട് നമുക്കൊരു ഇന്റർപേഴ്സണൽ അട്രാക്ഷന്റെ പോസിബിലിറ്റി പറയുന്നുണ്ട്. ദാറ്റ് ഇസ് കോംപ്ലിമെന്റാരിറ്റി. ദെൻ റെസിപ്രോസിറ്റി, ദാറ്റ് ഇസ് മ്യൂച്വൽ ലൈക്കിംഗ്. നമ്മളോട് സ്നേഹമുള്ളിടത്ത് നമ്മളും സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് റെസിപ്രോസിറ്റിയിൽ പറയുന്നത്. സോ ഇന്റർപേഴ്സണൽ അട്രാക്ഷനിൽ നമ്മൾ നീഡ് ടു അഫിലിയേറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എഫക്റ്റ് ഓൺ അട്രാക്ഷൻ ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പ്രോക്സിമിറ്റി, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, സിമിലാരിറ്റി, കോംപ്ലിമെന്റാരിറ്റി ആൻഡ് മ്യൂച്വൽ ലൈക്കിംഗ്. ദെൻ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പ്രോസോഷ്യൽ ബിഹേവിയറും ഓൾട്രോയിസം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. മോട്ടിവേഷൻ ബിഹൈൻഡ് പ്രോസോഷ്യൽ ബിഹേവിയറിൽ എംപതി ഓൾട്രോയിസം ഹൈപ്പോത്തസിസ്, എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ്, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് ഹൈപ്പോത്തസിസ്, കോമ്പറ്റിറ്റീവ് ഓൾട്രോയിസം ആൻഡ് കിൻ സെലക്ഷൻ തിയറി. പിന്നെ കിറ്റി ജെനവേഴ്സിന്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ദെൻ 5 സ്റ്റേജ് മോഡൽ പറഞ്ഞു. 5 സ്റ്റേജ് മോഡലിൽ ആദ്യം നമ്മൾ നോട്ടീസിങ് ദ എമർജൻസി, ദെൻ ഇന്റർപ്രറ്റിംഗ് ആൻ എമർജൻസി ആസ് എൻ എമർജൻസി, then assuming that it is your responsibility to help that person, knowing what to do, you should be skilled to do the act, then making final decision to help. Then finally factors affecting pro-social behavior, അതിൽ സിമിലാരിറ്റി വിത്ത് ദ വിക്ടിം വരുമ്പോൾ നമ്മൾ ആ പ്രോസോഷ്യൽ ആക്ടിന്റെ ടെൻഡൻസി കൂടുന്നു. ദെൻ ആട്രിബ്യൂഷൻ അബൌട്ട് ദ വിക്ടിം സഫറിങ്, വെദർ ദ വിക്ടിം ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓർ അതർ ഫാക്ടേഴ്സ്, അത് നമ്മളുടെ ആ ഒരു പ്രോസോഷ്യൽ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോസോഷ്യൽ മോഡലിംഗ് പറഞ്ഞു. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള മോഡൽസിനെ നമ്മൾ കാണും, അത് ലൈവ് ആയിക്കോട്ടെ അല്ലാതെ വീഡിയോ ഗെയിംസിലൂടെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള മോഡൽസിനെ കാണുമ്പോൾ നമ്മളുടെ ഒരു പ്രോസോഷ്യൽ ആക്ട് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. ദെൻ ഫൈനലി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കൂടുതൽ ചെയ്യാനുള്ള പോസിബിലിറ്റി പറഞ്ഞു. ദെൻ ഫൈനലി പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ കണക്ഷൻ വിത്ത് ദ സൊസൈറ്റി. നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ്, എത്രത്തോളം സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടോ അതനുസരിച്ച് നമ്മൾ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കൂടാനുള്ള ടെൻഡൻസിയാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.